സ്ക്രീൻ വിസിബിൾ ആവാൻ പറയണേ. സർ വിസിബിൾ ആണ്. ആണല്ലേ, ഓക്കെ. അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത്, നമ്മൾ ക്യാം പ്രൊഫൈൽ, വി ആർ പ്ലോട്ടിംഗ് ദ ക്യാം പ്രൊഫൈൽ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോളോ ഓവർ മോഷൻ. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഫോളോ ഓവർ മോഷനാണ് ഇതുവരെ കണ്ടത്. ഫോളോ ഓവർ ഫോളോയിങ് സിമ്പിൾ ഹാർമോണിക് മോഷനും ഫോളോ ഓവർ ഫോളോയിങ് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് നമ്മൾ കാണാൻ പോകുന്നത് when the follower is following what is called സൈക്ലോയിഡൽ മോഷൻ. ഫോളോവർ ഈസ് ഫോളോയിങ് ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രാഫിക്കൽ പ്രൊസീജിയർ വ്യത്യാസം വരുന്നേ ഉള്ളൂ ഇതിന് ഓരോന്നിലും. ദ ഫോളോവർ ഈസ് ഫോളോയിങ് സൈക്ലോയിഡൽ മോഷൻ, സൈക്ലോയിഡൽ ഓർ അതർവൈസ് കാൾഡ് സൈൻ ആക്സിലറേഷൻ കർവ് എന്നും പറയാറുണ്ട്. സൈൻ ആക്സിലറേഷൻ കർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ മാറും. ഇപ്പോൾ സൈക്ലോയിഡൽ മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത്, ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം നമ്മൾ എന്ത് ഫോമിലാണ്, എന്ത് ഷേപ്പിലാണ് വരയ്ക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് എന്ത് ഷേപ്പാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്, അല്ലേ? ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ലേ ഔട്ട് ഡയഗ്രാമാണ്. റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ലേ ഔട്ട് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ലേ ഔട്ട് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പം പറയും for 180 degree of rotation the cam is ascending or follower is ascending or follower is rising with a constant acceleration or sine acceleration അല്ലെങ്കിൽ സൈക്ലോയിഡൽ മോഷൻ. അപ്പോൾ സൈക്ലോയിഡൽ മോഷൻ എന്നുള്ള കാര്യം കൂടുതൽ യൂസ് ചെയ്യുന്നത്, സൈൻ ആക്സിലറേഷൻ പറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ സൈക്ലോയിഡൽ മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കും? അപ്പോൾ അത് വളരെ ഒരു സിമ്പിൾ മെത്തേഡാണ്. ഞാൻ എൻ്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എൻ്റെ റൈസ് പീരീഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കുലർ ലേ ഔട്ട് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈ ആക്സിസിൻ്റെ ഹൈറ്റ് എന്താണ്? വൈ ആക്സിസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാമിൻ്റെ ഫോളോവറിൻ്റെ എന്താണ്? ഫോളോവറിൻ്റെ ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ ആണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ലിഫ്റ്റാണ് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. I have shown the width of the rectangle as the lift of the follower. എന്നുവെച്ചാൽ ഇതാണ് ലിഫ്റ്റ്. അപ്പോൾ ലിഫ്റ്റിൻ്റെ എൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് h ആണ് നൊട്ടേഷൻ. ഓക്കെ, ദിസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ h. ഓക്കെ, ഇതിൽ എൻ്റെ എക്സ് ആക്സിസിൽ ഞാനിവിടെ ദിസ് ഈസ് ദ ഒറിജിൻ, ഈ പോയിൻ്റാണ് എൻ്റെ ഒറിജിൻ, ദിസ് ഈസ് ദ ഒറിജിൻ. അപ്പോൾ ഇതാണ് എൻ്റെ അസെൻഡ് പീരീഡ് അല്ലെങ്കിൽ റൈസ് പീരീഡ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് ആംഗിൾ ബീറ്റ എന്ന് കാണിക്കുന്നത്. അപ്പോൾ 0 to ബീറ്റയിലാണ് എൻ്റെ അസെൻഡ് പീരീഡ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, 0 to ബീറ്റ അസെൻഡ് പീരീഡ്, ASCENT അസെൻഡ് അല്ലെങ്കിൽ ഓർ റൈസ് പീരീഡ്. ബീറ്റ ആണ് എൻ്റെ ആംഗിൾ, ബീറ്റ അസെൻഡ്, ബീറ്റ എ. ഓക്കെ, എക്സാമ്പിൾ ബീറ്റ എ ഈസ് ഈക്വൽ ടു 150 ഡിഗ്രി. ഇത്രയും ക്ലിയർ ആണല്ല? ഇനി ഈ സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? സൈക്ലോയിഡൽ മോഷൻ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യു കൺസ്ട്രക്ട് ഈ ഓ സെൻറ്ററാക്കി വെച്ചുകൊണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിവിടെ ഈ ഓ അങ്ങ് മാച്ച് കളയാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് യു ഷുഡ് ഡ്രോ എ സർക്കിൾ. ഓക്കെ, വിത്ത് ദിസ് സെൻറ്റർ യു ഷുഡ് ഡ്രോ എ സർക്കിൾ. ക്ലിയർ ആണല്ല? ഒരു സർക്കിൾ വരയ്ക്കും. അപ്പോൾ സർക്കിൾ വരയ്ക്കുമ്പോൾ എത്ര റേഡിയസ് വരയ്ക്കും? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? കേൾക്കാമോ? പാർത്ഥിവ് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അപ്പോൾ ഈ സർക്കിൾ വരയ്ക്കണമല്ലോ. അപ്പോൾ സർക്കിൾ ഞാൻ വരച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കിളിന് ഞാൻ റേഡിയസ് പറഞ്ഞില്ല. അപ്പോൾ അതെങ്ങനെ വരയ്ക്കും? എത്ര റേഡിയസിൽ വരയ്ക്കും? നിങ്ങൾ ചെറിയ സർക്കിൾ വരയ്ക്കുമോ വലിയ സർക്കിൾ വരയ്ക്കുമോ? അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഞാൻ വരയ്ക്കുന്ന സർക്കിളിൻ്റെ സൈക്ലോയിഡൽ മോഷൻ്റെ പ്രിൻസിപ്പിളാണ് അത്. വരയ്ക്കുന്ന സർക്കിളിൻ്റെ സർക്കംഫറൻസ് എടുത്താൽ, ഇഫ് ഐ ടേക്ക് 2πr, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു h. ഓക്കെ, ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. 2πr ഷുഡ് ബി ഈക്വൽ ടു h. ഓക്കെ, സോ r ഈസ് ഈക്വൽ ടു, നിങ്ങൾ വരയ്ക്കേണ്ട r ഈസ് ഈക്വൽ ടു h/2π എടുത്തിട്ട് വേണം സർക്കിൾ വരയ്ക്കാനായിട്ട്. r ഈസ് ഈക്വൽ ടു h/2π.
അപ്പം നിങ്ങൾക്ക് ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ ഹെച്ച് ഫോർ എക്സാമ്പിൾ 30 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് റേഡിയസ് ആൾറെഡി ഫിക്സ്ഡ് ആയി. ഓക്കെ, ഇനി ചെയ്യേണ്ട എന്താണ്? നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ്. എൻ്റെ ഇവിടെ ഞാൻ ഇതിനെ ഈ റെക്റ്റാങ്കിൾ ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഞാൻ 6 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. നിങ്ങൾ എനിക്കൊപ്പം വരച്ചു പോയാൽ കൊള്ളാം. ഇത് കറക്റ്റ് സ്കെയിലിലൊക്കെ ചെയ്യണേ. ഞാനിപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് അങ്ങ് വരയ്ക്കുകയാണ്. യു ഷുഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 6 ആവണമെന്നില്ല, 8 ഈക്വൽ ഡിവിഷൻസ് ആയാലും മതി. അപ്പം ഞാൻ അതിനൊക്കെ പേര് കൊടുത്തു. ഇത് എൻ്റെ 1, ദിസ് ഈസ് 2, 3, മിഡിൽ ലൈൻ ഈസ് 3, 4, 5, 6. ഇത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇത്രയും ക്ലിയർ ആണല്ലോ? ഹരിലക്ഷ്മി ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി വേറെ അശ്വിൻ, സൂര്യ, നാഥൻ ക്ലിയർ ആണല്ലോ? അപ്പം ഇനി എന്ത് ചെയ്യണം? അപ്പം എൻ്റെ റെക്റ്റാങ്കിളിനെ ഞാൻ ഡിവൈഡ് ചെയ്തു. എക്സ് ആക്സിനെ ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ അപ്പം നിങ്ങൾ ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്യണം. സർക്കിളിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത് എത്ര? 360 ഡിഗ്രി ബൈ 6. അപ്പോൾ വരുന്നത് എത്ര ഡിവൈഡ് ചെയ്യണം? 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഞാൻ ഇവിടെ കാണിക്കാം. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നുവെച്ചാൽ 60 ഡിഗ്രി എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഞാൻ അവിടെ ഇവിടെയും ഞാൻ ഇതിനെ 1 എന്ന് മാർക്ക് ചെയ്തു. ദിസ് ഈസ് 2, ദിസ് ഈസ് 3, ദിസ് ഈസ് 4, ദിസ് ഈസ് 5 ആൻഡ് ദിസ് ഈസ് 6. അപ്പം ഞാൻ ഈ സർക്കിളിനെ എത്ര ഡിവൈഡ് ചെയ്തു? സർക്കിളിനെ എത്ര ഡിവൈഡ് ചെയ്ത്? 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. സൂര്യ, ഇവിടെ ഞാൻ ഈ എക്സ് ആക്സിനെ എത്ര ഡിവൈഡ് ചെയ്ത്? സൂര്യ, ഇവിടെ എത്ര ഡിവൈഡ് ചെയ്തു? ഈ ഹോറിസോണ്ടൽ ലൈനിന് 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ ഇവിടെ സർക്കിളിന് 8 ആണെങ്കിൽ ഇവിടെ 8. ഈ റെക്റ്റാങ്കിളിന് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ചെയ്യണം. ഇനി ചെയ്യേണ്ടതാണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഇനി ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വെർട്ടിക്കൽ ഡയഗണൽ ഞാനിവിടെ എടുത്തു. വെർട്ടിക്കൽ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്തു. ഈ ഒരു വെർട്ടിക്കൽ ലൈൻ. ഓക്കെ, ഈ ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്തു. ഒരു വെർട്ടിക്കൽ ലൈൻ. I'm taking a vertical line here. Okay, എന്നിട്ട് ആ വെർട്ടിക്കൽ ലൈനിലോട്ട് എൻ്റെ പോയിന്റ്സിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്തു. ഈ 1-ൽ നിന്ന് ഞാൻ ആ വെർട്ടിക്കൽ ലൈനിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. അതേ പോയിന്റ് തന്നെ ആയിരിക്കും ഇനി 2-ൽ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താലും കിട്ടുന്നത്. എനിക്കപ്പോൾ വെച്ചാൽ ഈ വെർട്ടിക്കൽ ലൈനിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ 3-ൽ നിന്നും 6-ൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ സെൻറ്റർ പോയിന്റ് തന്നെ കിട്ടി. 4-ൽ നിന്നും ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, 5-ൽ നിന്നും ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി എനിക്ക് ഈ വെർട്ടിക്കൽ ലൈനിൽ? ഞാൻ ഒരു കൂടെ വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു കൂടെ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു, റൈറ്റ് സൈഡ് വരച്ച് കാണിച്ചു തരാം. എൻ്റെ സർക്കിൾ ഇത്രയേ ഉള്ളൂ, ഒരു സർക്കിൾ. ഐ ഹാവ് ഡ്രോൺ എ സർക്കിൾ. ഓക്കെ, ആൻഡ് ഐ ഹാവ് ഡിവൈഡഡ് ഇൻറ്റു 6 ഡിവിഷൻസ്. ഞാൻ ഇങ്ങനൊരു ഐ ഹാവ് ഡിവൈഡഡ് ഇൻറ്റു 6 ഡിവിഷൻസ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീനെ കാണുന്നുണ്ടല്ലോ? ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഇതിനെ 1 മാർക്ക് ചെയ്തു, 2 മാർക്ക് ചെയ്തു, ഇവിടെ 3 മാർക്ക് ചെയ്തു, ഇവിടെ 4 മാർക്ക് ചെയ്തു, ഇവിടെ 5 മാർക്ക് ചെയ്തു, ഇവിടെ 6 മാർക്ക് ചെയ്തു. ഇനിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഈ ഒരു മെയിൻ ഡയഗണലുള്ള ഈ വെർട്ടിക്കൽ ഡയഗണൽ, ഈ വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഐ ഹാവ് ഡ്രോൺ ദ വെർട്ടിക്കൽ ലൈൻ.
ഇനി ഈ ലൈനിലോട്ടാണ് ഞാൻ പ്രൊജക്ഷൻസ് എടുക്കുന്നത്. ഈ ലൈനിലോട്ട് ഞാൻ എൻ്റെ ഈ ഒരേ പോയിന്റിൽ നിന്നുള്ള പ്രൊജക്ഷൻസ് ഞാൻ എടുക്കും. എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു പ്രൊജക്ഷൻ എടുക്കും. ഇത് ഈക്വൽ ഡിവിഷൻ ആയതുകൊണ്ട് അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. ഇനി 3ഉം 6ഉം ഞാൻ ഇതിൻ്റെ പ്രൊജക്ഷൻ ഇങ്ങോട്ട് എടുത്തപ്പോൾ ഈ സെൻട്രൽ പോയിന്റ് തന്നെ കിട്ടി. 4ഉം 5ൻ്റെയും പ്രൊജക്ഷൻ എടുക്കുമ്പോൾ എനിക്ക് ഒരു പോയിന്റ് തന്നെ കിട്ടും, ഇവിടെയും പോയിന്റ് കിട്ടും. ഇപ്പം ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആയോ? ഇനി ആർക്ക് നാദൻ മനസ്സിലായ? ആദിൽ റഹ്മാൻ മനസ്സിലായി സാർ, മനസ്സിലായി സാർ. അജൻ ഇല്ലേ അവിടെ? അമീഷ് ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നെറ്റ് ഇഷ്യൂ ഉണ്ട്. അതാ കമ്പിളി പുതപ്പാണോ? അല്ല, നെറ്റ് ഇഷ്യൂ ആണ്. ക്ലാസ് കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇത് കാണുകയും കൂടെ വേണം കേട്ടാ. പക്ഷെ കേട്ടാൽ ശരിയാവില്ല. ഓക്കെ, ഇനി പറയാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഈ ഓപ്പോസിറ്റ് ഡയഗണലിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ഈ ജോയിൻ ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യണം. ഓക്കെ, join the center of the circle with the top diagonal on the opposite side. ഇനി ചെയ്യേണ്ടത്, ഈ എൻ്റെ ഈ 1ഉം 2ഉം ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിൽ കൂടി പാരലായിട്ട് ഞാൻ നേരത്തെ വരച്ച ഡയഗണൽ ലൈനിൽ പാരലായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോഴത് ഈ ഇവിടെയും വന്ന് ടച്ച് ചെയ്യും, ഇവിടെയും ടച്ച് ചെയ്യും. ഇനി 3ഉം 6ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിലാണ്. അതിന് ആൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പോയിന്റ് കിട്ടും. ഇനി 4ഉം 5ഉം കിടക്കുന്നത് ഈ പോയിന്റാണ്. അപ്പം ഞാൻ ആദ്യം വരച്ച ഡയഗണലിന് പാരലായിട്ട് ഇവിടെ കൂടെ ഇങ്ങോട്ട് വരയ്ക്കുക. അതെൻ്റെ 4ലും 5ലും മീറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ഇവിടെ പറയണോ? ക്ലിയർ ആണ് സർ. ഒരിക്കലും കൂടെ ഞാൻ റൈറ്റ് സൈഡിലും കൂടെ ഞാൻ എൻ്റെ ഇവിടെ വരച്ച ഫിഗറിലും കൂടെ ഞാനത് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആദ്യം ഞാനിവിടെ ഈ ഒരു ഡയഗണൽ അങ്ങ് ജോയിൻ ചെയ്തു. ഇനി ഇതിന് പാരലായിട്ട് ഈ 1ഉം 2ഉം വരുന്ന പോയിന്റ് ഇതിന് പാരലായിട്ട് വരച്ചു. ഈ 4ഉം 5ഉം വരുന്നതും പാരലായിട്ട് വരച്ചു. ഇത്ര ചെയ്തോളൂ. ഇനി 1ഉം 2ഉം എന്നുള്ളത് ഈ വെർട്ടിക്കൽ ലൈനിൽ ചെന്ന് മീറ്റ് ചെയ്യും. 3ഉം 6ഉം ഒരിടത്ത് മീറ്റ് ചെയ്യും. 4ഉം 5ഉം ഒരിടത്ത് മീറ്റ് ചെയ്യും. ഇനി എൻ്റെ വരയ്ക്കാനുള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്താന്ന് വെച്ചാൽ, ഇനി അങ്ങ് വരച്ചാൽ മാത്രം മതി. ഏതൊക്കെ വരയ്ക്കും? എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുവഴി വന്ന് വരയ്ക്കാൻ നോക്കിക്കോളൂ. ഞാൻ ഇവിടെ നിന്ന് ഇതുവഴി കയറി ഇതുവഴി ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലാവാത്ത ആരുണ്ട്? മനസ്സിലാവോ? ഓക്കെ ആണോ?
Sebastian, Christo. Yes, sir. Diya Rachel, Diya Krishna, രണ്ടുപേർക്കും മനസ്സിലായി? ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണോ? യെസ്. ആ, ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. പാർത്ഥിവ് ഓക്കെ ആണോ? യെസ് സർ, ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ നിങ്ങൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ഇക്വേഷൻ. ഡെറിവേഷൻ ഒന്നും വേണ്ട, ഇക്വേഷൻ പഠിച്ചോണം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു h omega by beta into 1 minus cos 2 pi theta by beta. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റി വി മാക്സ് ഈസ് ഈക്വൽ ടു 2h omega by beta എന്ന് കിട്ടും. അറ്റ് theta is equal to beta by 2. At theta is equal to beta by 2. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. വെലോസിറ്റി മാക്സിമം കിട്ടണമെങ്കിൽ ഇത് 0 കിട്ടണം. 0 കിട്ടണമെങ്കിൽ 90 cos 90 ആയിരിക്കണം, cos pi by 2 ആയിരിക്കണം. cos pi by 2 ആവുന്ന തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ബീറ്റാ ബൈ 2 ആണ്. ഓക്കെ, ബീറ്റാ ബൈ 2 ആണ്. ഇനി ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി കോസിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ സൈൻ ആയിരിക്കും. യു വിൽ ബി ഗെറ്റിംഗ് 2h pi omega square by beta square into sin 2 pi theta by beta. ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. അതുകൊണ്ടാണ് സൈൻ ആക്സിലറേഷൻ കർവ് എന്ന് എഴുതിയത്. മാക്സിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു 2h pi omega square by beta at theta is equal to beta by 4. ഓക്കെ, ഇനി നമുക്ക് ഈ വെലോസിറ്റിയും ആക്സിലറേഷനും ഈ ചിലപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഒക്കെ പ്ലോട്ട് ചെയ്യാൻ പറയുമ്പം അത് വരയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പോൾ നമ്മൾ അതിൻ്റെ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ഡയഗ്രമാറ്റായിരിക്കും പലപ്പോഴും കാണിക്കുന്നത്. ഇതിൻ്റെ റൈസ് പീരീഡ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഇതിങ്ങനെ വെച്ചു. ഞാൻ നേരത്തെ വരച്ചതുപോലെ എൻ്റെ ആ സർക്കിളൊക്കെ വരച്ച് വരുമ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഇതെങ്ങനെ കിടക്കും, ഒരു കർവാറ്റ കിടക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഇതെങ്ങനെ ഒരു കർവാറ്റ കിടക്കും. എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു സൈൻ കർവാണ്. വെലോസിറ്റി ഈസ് എ സൈൻ കർവ്. അപ്പോൾ സൈൻ കർവ് എൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു തീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റാ ബൈ 2 ആണ്. അപ്പോൾ വെലോസിറ്റി കർവ് ഇങ്ങനെ കിട്ടും. This is the velocity curve. So this value is beta. This is beta by 2. This is 0. ഇനി ആക്സിലറേഷൻ വരച്ചാൽ if you draw the acceleration, it will be like this. ആക്സിലറേഷൻ മാക്സിമം ആവുന്നത് ബീറ്റ ബൈ 4ലാണ്. അതൊരു സൈൻ കർവാണ്. അപ്പോൾ അത് ഇതെങ്ങനെയും കിടക്കും. ആക്സിലറേഷൻ ഇങ്ങനെ കിടക്കും. ഓക്കെ, വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്തോണം. ഇതെൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇതെൻ്റെ വെലോസിറ്റി, ദിസ് ഈസ് വെലോസിറ്റി, ആൻഡ് ദിസ് വൺ ഈസ് ആക്സിലറേഷൻ. എന്തുകൊണ്ട് ഈ പടം വരച്ചെന്ന് വെച്ചാൽ ചിലപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റി ആക്സിലറേഷൻ പ്ലോട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചത് 3 കാര്യങ്ങൾ പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി മോഷൻ ആകുമ്പോൾ വെലോസിറ്റി. 2 എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് പഠിച്ചു. 3 എന്ന് പറയുന്നത് സൈക്ലോയിഡൽ പഠിച്ചു.
സിമ്പിൾ ഹാർമോണിക് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണെന്ന് സെമി സർക്കിൾ വരച്ചിട്ട് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്, ഫോർത്ത് ഒന്നുണ്ട്, അതിനെ നമ്മൾ പറയുന്ന പേരാണ്. അതും കൂടെ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇനിഷ്യൽ പോർഷൻ അങ്ങ് ആവും. എന്ന് വെച്ചാൽ പാരബോളിക് മോഷൻ എന്ന് പറയുന്ന സാധനം. പാരബോളിക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പാരബോളിക് അല്ലെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് ആക്സലറേഷൻ, പാരബോളിക് ഓർ കോൺസ്റ്റന്റ്, പരീക്ഷയ്ക്ക് വരുവായത് പാരബോളിക് ഓർ കോൺസ്റ്റന്റ് ആക്സലറേഷൻ കർവ്. പാരബോളിക് ഓർ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണെങ്കിൽ എങ്ങനെ വരയ്ക്കും, എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രം വരയ്ക്കും, അതും കൂടെ ഞാൻ വരച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഫോർത്ത് സാധനമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഫോർത്താണ് വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ നോട്ട് ചെയ്തോളുക. പാരബോളിക് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതയൊക്കെ. കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഇത് വരയ്ക്കാൻ 2 മെത്തേഡുണ്ട്, 2 ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ഒന്നേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. പാരബോളിക് കോൺസ്റ്റന്റ് ആക്സലറേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി കർവ് എന്നും പറയാറുണ്ട്. സർവേസ് കാൾഡ് ഗ്രാവിറ്റി കർവ്. ഓക്കെ, പാരബോളിക് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഓർ ഗ്രാവിറ്റി കർവ്. ഇവിടെയും ആസ് യൂഷ്വൽ സ്ക്രീനൊക്കെ വിസിബിൾ ആണല്ലോ? ആസ് യൂഷ്വൽ ഞാൻ ചെയ്യാൻ പോകുന്നതിൻ്റെ റൈസ് പീരീഡ് ഞാൻ മാത്രം എടുത്തു, അല്ലെങ്കിൽ അസെൻഡ് പീരീഡ് മാത്രം എടുത്തു. ഒരു റെക്ടാങ്കുലർ ലേ ഔട്ട് ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. drawing it as a rectangular layout diagram. അപ്പോൾ സ്കെയിലൊക്കെ എടുത്തോണം വരയ്ക്കാൻ. ഈ വൈ ആക്സിസ് ഒക്കെ വരയ്ക്കുമ്പം നമ്മൾ ലിഫ്റ്റ് എത്ര തന്നിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. ഞാൻ അതങ്ങ് വരച്ചു. സോ വൈ ആക്സിസ് ഈസ് യുവർ ലിഫ്റ്റ്, ദിസ് ഈസ് ദ ലിഫ്റ്റ്, എച്ച് ആണത്. ഇതെങ്ങനെ വരയ്ക്കുമെന്ന് ചോദിച്ചാൽ ഇതും വളരെ ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഞാനിതിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ എനിക്ക് 8 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കി. എപ്പോഴും 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞ് ഞാനിതിനെ 8 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. I'm dividing it into 8 equal divisions. അപ്പോൾ എൻ്റെ ഇത് ബീറ്റയാണ്. ദിസ് ആംഗിൾ ഈസ് ബീറ്റ, ദിസ് ഈസ് 0. ഓക്കെ, 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 2 3. ഓക്കെ, ഞാനിതിനെ ആദ്യത്തെ പോർഷനെ ഞാൻ 4 ആയിട്ട്, എനിക്കൊപ്പം വരച്ചു പോണേ. ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളെ അടുത്തോട്ടൊക്കെ വരാൻ പറ്റും. ഇവിടെ എനിക്ക് നിങ്ങളെ വീട്ടിലൊന്നും വരാൻ പറ്റില്ല. സൂര്യയുടെ വീട് അടുത്ത്, സൂര്യയുടെ വീട്ടിലൊക്കെ വേണമെങ്കിൽ വരാം. സൂര്യ വരയ്ക്കുന്നുണ്ടോ? അപ്പം ഞാൻ ഡിവൈഡ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് നമ്പർ ചെയ്യേണ്ടി വരും. 1 2 3 4 5 6 7 8. അപ്പോൾ ഈ നമ്പറിങ്ങൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്സിലൊക്കെ നിങ്ങൾ അടുത്തോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ നമ്പറൊന്നും ചെയ്തതായിട്ട് പലപ്പോഴും കാണാറില്ല. ഓക്കെ, നമ്പർ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഏറ്റവും മിഡിൽ സാധനം എടുത്തു. മിഡിലെ ഏതാണ് കറക്റ്റ് നടുക്ക് ഏതാണ്? ഇവിടെ ഇതാണ് എൻ്റെ കറക്റ്റ് നടുക്ക് അല്ലേ? ഇതല്ലേ കറക്റ്റ് നടുക്ക് കിടക്കുന്ന ലൈൻ? അവിടെയും ഞാൻ ഈ എക്സ് ആക്സിന് എത്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ അവിടെയും ഡിവൈഡ് ചെയ്യണം. അവിടെയും ഞാൻ ഡിവൈഡ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. അവിടെ അതുപോലെ ഡിവൈഡ് ചെയ്യും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലൈനൊക്കെ വരച്ചത്. എന്നിട്ട് അവിടെയും മാർക്ക് ചെയ്യണം. 1 2 3, ഇവിടെ 4. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ 5 എഴുതി, വീണ്ടും അതേ സൈഡിൽ 6 എഴുതി, അതേ സൈഡിൽ 7 എഴുതി,
ഇവിടെ 8 വരും. ക്ലിയർ ആയോ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞുതരാമോ? ജിനുനാഥ് പറയാമോ എന്താണ് ചെയ്തതെന്ന്? ജിനുനാഥ് ഉണ്ടോ അവിടെ? നമസ്കാരം. എന്താണ് ചെയ്തതെന്ന് പറഞ്ഞുതരാമോ? ഇതുവരെ എന്ത് ചെയ്തു? കേൾക്കുന്നില്ലേ നിങ്ങള്? നമ്മൾ 8 ഡിവൈഡ് ചെയ്ത് 8 ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഓക്കെ, അത് കഴിഞ്ഞു. എക്സ് ആക്സിസിൽ ഞാനിവിടെ 8 ഡിവൈഡ് ചെയ്തു. 1 2 3 4 5 6 7 8 ആൾമോസ്റ്റ് ഈ ഓറഞ്ച് കളറിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അതുപോലെ തന്നെ വെർട്ടിക്കൽ വെർട്ടിക്കൽ എന്നുവെച്ചാൽ ഏറ്റവും മിഡിൽ ലൈനെ അതുപോലെ 8 ഡിവൈഡ് ചെയ്തു. മാനസ ക്ലിയർ ആണോ? കേൾക്കാല്ല? ഓക്കെ, ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇത് ഭയങ്കര സിമ്പിൾ പ്രൊസീജിയർ ആണ്. ഇതല്ല, ഇതിന്റെ ഒറിജിൻ എടുത്തു. ഈ ഒറിജിൻ എടുത്തു. ഇവിടെ നിന്ന് ഞാൻ വേറൊരു കളർ എടുക്കാം. ബ്ലൂ. ഇതിനെ ഞാൻ ഈ 0യും ഈ 1 സ്ട്രൈറ്റ് ലൈൻ വെച്ചങ്ങ് ജോയിൻ ചെയ്യും. ഇതും 2 മറ്റൊരു സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യും. ഞാനിത് വളഞ്ഞു പോകുന്നേ, നിങ്ങളത് വരയ്ക്കുമ്പോൾ നേരെ വരയ്ക്കണം. ഈ 3യും ഇതുമായിട്ട് വീണ്ടും സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യും. അതുപോലെ 4ഉം ഇതുമായിട്ട് സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുഹമ്മദ് ഹുസൈൻ കാണുന്നുണ്ടോ? നവനീത് ഇല്ലേ അവിടെ? കാണുന്നുണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയഗണൽ എടുക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഞാൻ ഈ 4 ജോയിൻ ചെയ്ത് ഈ 5ഉം ഇതുമായിട്ട് ജോയിൻ ചെയ്യുക, 6ഉം അതുമായിട്ട് ജോയിൻ ചെയ്യുക, 7ഉമായിട്ട് ജോയിൻ ചെയ്യുക. മനസ്സിലായ? കുറച്ച് റേസ് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് വരച്ചു. ഇപ്പം നമുക്കിനി കണക്ട് ചെയ്ത് വരയ്ക്കേണ്ട പോയിന്റ്സിൻ്റെ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റ്സ് എല്ലാം കിട്ടും. ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പിക്ചർ ഇന്റർസെക്ഷൻ പോയിന്റ്സ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആദ്യത്തെ 0 ഈ 1 വരച്ച അവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ 2 വരച്ചെടുത്ത് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. 3 വരച്ച ഈ 3യും അവിടുത്തെ 3യും തമ്മിൽ വരച്ചൊരു പോയിന്റ് കിട്ടും. ഇവിടെ എന്തായാലും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ക്ലിയർ ആയോ? നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് കിട്ടും, എന്തായാലും കിട്ടും. നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. ഇനി ഒന്നുമില്ല. ഇനി എൻ്റെ പ്രൊസീജിയർ ജസ്റ്റ് അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ജോയിൻ ചെയ്താൽ മാത്രം മതി. ജോയിൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിന്റെ പടം. ക്ലാരിറ്റി കിട്ടിയോ? നിങ്ങളും കൂടെ വിചാരിച്ചാലേ നടക്കുള്ളൂ കേട്ടോ. സാർ 7 എന്താ ജോയിൻ ചെയ്യാറുണ്ട്? 7 പോയിന്റ് 8 എന്നുള്ള പോയിന്റ് എവിടെയാണ്? 8 എന്നുള്ള പോയിന്റ് അറ്റത്തെ പോയിന്റ് തന്നെയാണ് 8. 8 കണ്ടേ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ആ ലൈൻ. മനസ്സിലായില്ലേ? സ്റ്റാർട്ടിങ് അല്ല, ഡോട്ട് താഴെയല്ല, ഇത് ഇവിടെ തന്നെയാണ്. അവിടെ താഴെയല്ല, അത് ഏറ്റവും അവസാനത്തെ പോയിന്റ്. 0ക്ക് ഇക്വലന്റ് ആണ് 8. സാർ എപ്പോഴും ഈ ഈവൻ നമ്പർ ഓഫ് ഡിവിഷൻസ് മാത്രമേ വരാറുള്ളൂ? ഈവൻ നമ്പർ ഓഫ് ഡിവിഷൻസ് എടുക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇപ്പൊ 180 ഡിഗ്രി 360 ഡിഗ്രി ഒക്കെ വരുമ്പം ഈവനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് ആംഗിൾ എടുക്കാനൊക്കെ നല്ലത്. മനസ്സിലായില്ലേ? ഓക്കെ സാർ.
അപ്പോൾ ഇനി ഇതിൻ്റെ ഇക്വേഷൻ കൂടെ എഴുതിത്തരാം. ഇതിൻ്റെ ഇക്വേഷൻ പാരബോളിക് ആണ്. വൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈയുടെ ഇക്വേഷൻ ഇത് 2 ഫേസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പ്രോബ്ലം ചെയ്യുന്നത് ഇറ്റ് ഈസ് 2 ഫേസിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എഴുതുന്നത് ആംഗിൾ തീറ്റ ഫ്രം 0 to β/2. 0 to β/2 ഒരു ക്യാരക്ടറിസ്റ്റിക്സും β/2 to ബീറ്റയ്ക്ക് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സും ആയിരിക്കും. എന്ന് വെച്ചാൽ ഇക്വേഷൻ ഇതാണ്. ഇവിടുത്തെ വൈയുടെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2h β/β the whole square. വൈ നമുക്ക് വേണ്ട, വൈയുടെ ഇക്വേഷൻ പലപ്പോഴും വേണ്ടി വരില്ല. നമുക്ക് ആകെ വേണ്ടത് വെലോസിറ്റി ആക്സലറേഷൻ്റെ ഇക്വേഷൻ വേണ്ടി വരും. ഓക്കെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു തീറ്റ എന്നായിപ്പോയി. വെലോസിറ്റി v ഈസ് ഈക്വൽ ടു പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇക്വേഷൻ്റെ ആവശ്യം വരുന്നത്. 4h തീറ്റ ഒമേഗ ബൈ ബീറ്റ സ്ക്വയർ. എൻ്റെ എക്സ് ആക്സിസ് എന്താണ്? എക്സ് ആക്സിസ് ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇൻ ജനറൽ തീറ്റ അല്ലേ? അപ്പൊ വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? വി ഈസ് എ ഫംഗ്ഷൻ, എച്ച് കോൺസ്റ്റന്റ് അല്ലേ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തില് അല്ലേ? ഒമേഗ കോൺസ്റ്റന്റ് അല്ലേ? ബീറ്റ ആംഗിൾ ഓഫ് റൈസ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ ആകെ ഒരൊറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ. വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. തീറ്റ സ്ക്വയർ ആണ്, തീറ്റ എന്നല്ലേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ എന്തിന്റെ ഇക്വേഷൻ ആണിത്? വിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തിന്റെ ഇക്വേഷൻ ആയിട്ട് വരും? y is equal to mx. ഏത് ഇക്വേഷൻ ആണ്? സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഇനി ആക്സലറേഷൻ്റെ ഇക്വേഷൻ എഴുതിയാൽ ഇറ്റ് വിൽ ബി 4h ഒമേഗ സ്ക്വയർ ബൈ ബീറ്റ സ്ക്വയർ. 4h ഒമേഗ സ്ക്വയർ ബൈ, അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി എന്ന് എഴുതുമ്പോഴാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ കർവ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് പാരാബോളിക് ആണ്, കോൺസ്റ്റന്റ് ആക്സലറേഷൻ കർവ്. ഓക്കെ, കോൺസ്റ്റന്റ് ആക്സലറേഷൻ കർവ്. ഇനി കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ velocity is മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും? ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എത്ര ആയിരിക്കും? How much is the maximum value of velocity? ഏത് ആംഗിളിലായിരിക്കും മാക്സിമം വരുന്നത്? ഇവിടെ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എഴുതരാം. വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വി മാക്സ് എഴുതുകയാണെങ്കിൽ വി മാക്സ് ഈസ് ഈക്വൽ ടു 4h ഒമേഗ ബൈ ബീറ്റ സ്ക്വയർ. ഞാനിത് എവിടം വരെയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്? ഈ ഒരു കർവ് നിങ്ങൾ നോക്കൂ. തീറ്റ എവിടം തൊട്ട് എവിടം വരെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്?
ബീറ്റ ബൈ 2 അല്ലേ? തീറ്റ ഈസ് ഈക്വൽ ടു 0 ടു ബീറ്റ ബൈ 2. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ? പ്രൊപ്പോർഷണൽ ടു തീറ്റ അല്ലേ? എൻ്റെ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്താണ്? തീറ്റയുടെ ബീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ ബീറ്റ ബൈ 2 എന്നിട്ട് കൊടുത്താൽ പോലെ മാക്സിമം കിട്ടാനായിട്ട് പറഞ്ഞൊരു കൂടെ പറയാം. ഇതാണ് എൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ വെലോസിറ്റി. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റയാണ്. തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ ബൈ 2 ആണ്. ബീറ്റ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ ഇറ്റ് ഈസ് 2h ഒമേഗ ബൈ ബീറ്റ എന്ന് കിട്ടും. 2h ഒമേഗ ബൈ ബീറ്റ. ഓക്കെ. ഇനി ആക്സലറേഷൻ്റെ മാക്സിമം വാല്യൂ ബീറ്റ ബൈ 2 ടു ബീറ്റയിലും ആക്സലറേഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിനൊരു മൈനസ് സൈൻ വരുമെന്നേ ഉള്ളൂ. -4h ഒമേഗ സ്ക്വയർ ബൈ ബീറ്റ സ്ക്വയർ. നിങ്ങളിത് കൂടുതൽ ഡെറിവേഷൻ പഠിക്കണ്ട, പക്ഷേ നിങ്ങളിതിൽ ഈ ഫിഗർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ ഞാൻ നോട്ടിൽ വരച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വരച്ചിട്ട് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഇന്ന് വേറെ എക്സ്ട്രാ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ടൈം ടേബിളിൽ? പാർത്ഥിവ് ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്ന? ഇല്ല സാർ, KDM എക്സ്ട്രാ ക്ലാസ് പറഞ്ഞിട്ടില്ല. ഫ്രൈഡേ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഫ്രൈഡേയുടെ ഒരു ക്ലാസ് എടുക്കാനുണ്ടായിരുന്നല്ലോ. എന്താ എപ്പം പറ്റുമോ? അത് നാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ ഏതോ ഒരു ക്ലാസ് OR-നാണ് 2 എക്സ്ട്രാ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഞാൻ 2 ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഞാൻ ടിനു സാറുമായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈഡേ ആക്കിയത്. അത് പക്ഷെ ഫ്രൈഡേ അൺഫോർച്ചുനേറ്റ്ലി ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, അവധിയായിപ്പോയി. അപ്പോൾ ഒരു ക്ലാസ്സും കൂടെ എനിക്ക് എടുത്താൽ കൊള്ളായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ വരയ്ക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ആദ്യം ഞാൻ നേരത്തെ പ്രൊസീജിയർ വെച്ച് വരച്ച കർവ് ഞാൻ അങ്ങ് വരയ്ക്കുകയാണ്. അത് കർവ് ഞാൻ അങ്ങ് കിടക്കും. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ വെലോസിറ്റിയുടെ വരയ്ക്കാൻ പറഞ്ഞാൽ വെലോസിറ്റി മാക്സിമം ആവുന്നത് ബീറ്റ ബൈ 2-ലാണ്. വെലോസിറ്റി മാക്സിമം ആവുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവാണ്. അപ്പോൾ എൻ്റെ വെലോസിറ്റി കിടക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇക്വേഷൻ ഫോർ വെലോസിറ്റി. ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇക്വേഷൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആക്സലറേഷൻ്റെ കർവ് കിടക്കുന്നത് ഇങ്ങനെയാണ്. ആക്സലറേഷൻ ഇതൊക്കെ വരയ്ക്കാൻ പഠിച്ചോണേ. ആക്സലറേഷൻ ഒരു പോസിറ്റീവ് സ്ഥാനം ബീറ്റ ബൈ 2-ൽ കിടക്കും. ഒരു നെഗറ്റീവ് വാല്യൂ അവിടെ നിന്ന് ഇങ്ങോട്ടും കിടക്കും. ഓക്കെ. സോ ദിസ് ഈസ് ദ ആക്സലറേഷൻ കർവ്. ഇതാണ് എൻ്റെ ആക്സലറേഷൻ ഡയഗ്രാം. ഇതാണ് എൻ്റെ വെലോസിറ്റി. ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് പഠിച്ചോണം. ഓക്കെ. ഞാൻ നോട്ട് ഷെയർ ചെയ്തിരിക്കുന്ന കണ്ടായിരുന്നോ? നോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്? ഞാനതിൽ നിങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനതിൽ ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത് കൂടെ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ? ഇവിടെ ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത്, നേരത്തെ നമ്മൾ നൈഫ് എഡ്ജിൻ്റെ പ്രോബ്ലം ചെയ്തു. ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് റോളർ റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ എന്നാണ് പറയുന്നത്. അപ്പം നൈഫ് എഡ്ജ് അല്ല, റോളർ റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ ആണ്. അപ്പം റോളർ റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ എന്ന് പറയുമ്പോൾ നമ്മൾ നൈഫ് എഡ്ജ് പോലെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. പക്ഷെ നൈഫ് എഡ്ജിൻ്റെ അറ്റത്ത് എന്ത് വെച്ചിട്ടുണ്ട്? എന്താണ് അവിടെ? അതിൻ്റെ ക്യാമോ ടച്ച് ചെയ്തിരിക്കുന്നത് എന്താണ്? റോളറാണ്. നേരത്തെ നൈഫ് എഡ്ജ് ഒരു പോയിന്റ് ആയിരുന്നു കുത്തി അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരു പോയിന്റ് കോണ്ടാക്ട് ആയിരുന്നു. ഇപ്പം പോയിന്റ് മാറ്റിയിട്ട് ഞാൻ അവിടെ ഒരു റോളർ വെക്കുമ്പോൾ ഒരു ലൈൻ കോണ്ടാക്ട് വരും. ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ക്യാമിൻ്റെ ഏറ്റവും മിനിമം സർക്കിളും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും.
ആ റോളറിൻ്റെ സർക്കിളും എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് കണ്ടത് ഇവിടെ മിനിമം റേഡിയസ് ഓഫ് ക്യാം 25 തന്നിട്ടുണ്ട്. ലിഫ്റ്റ് ഒബ്വിയസ്ലി തന്നേക്കും. റോളർ ഡയമീറ്റർ, ആ റോൾ ചെയ്യുന്ന ഡയമീറ്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ടൈപ്പ് ഓഫ് മോഷൻ പറഞ്ഞിട്ടുള്ളത് നോക്ക്. ക്യാം ലിഫ്റ്റ്സ് ദ ഫോളോവർ ഫോർ 120 ഡിഗ്രി വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, SHM. സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ എങ്ങനെ വരച്ചത്? ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരച്ചു കഴിഞ്ഞ പ്രോബ്ലത്തിൽ? സെമി സർക്കിൾ വരച്ചു. ഓക്കെ, ദെൻ ദ ഫോളോവർ ഫോളോഡ് ബൈ എ ഡ്വെൽ പീരീഡ് ഓഫ് 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിയിൽ ഫോളോവറിന് അനക്കമൊന്നുമില്ല. ദെൻ ദ ഫോളോവർ ലോവേഴ്സ് ഡൗൺ അല്ലെങ്കിൽ ഡിസെൻഡ് ഡ്യൂറിങ് 150 ഡിഗ്രി വിത്ത് കണ്ട യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ. കണ്ട യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രൊസീജിയർ മാറി. ഇപ്പം നമ്മൾ ലാസ്റ്റ് വരച്ച സാധനമാണ് അത്. യൂണിഫോം ആക്സലറേഷൻ ആൻഡ് ഡീസലറേഷൻ ഫോളോഡ് ബൈ എ ഡ്വെൽ പീരീഡ് റിമൈനിങ്. അപ്പോൾ എത്രയായി നമുക്ക്? 120, 150, 300. ലാസ്റ്റ് 60 ഡിഗ്രി ഡ്വെൽ പീരീഡ് ആണ്. ബാക്കി കാൽക്കുലേറ്റ് ദ മാക്സിമം വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് വരച്ചിരിക്കുന്നത് നോക്ക്, എങ്ങനെയാണെന്ന് നോക്ക്. ഞാനിവിടെ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് എൻ്റെ ഫുൾ 360 ഡിഗ്രി കാണിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ബാക്കി 60 ഡിഗ്രി കൂടെ ഉണ്ട്, അത് കാണിക്കണമെന്നില്ല. എൻ്റെ റൈസ് പീരീഡാണ് ഞാൻ ആദ്യത്തെ 6 വരെ കാണിച്ചിരിക്കുന്നത്. പിന്നെ 6 to 6 എന്ത് പീരീഡാണ്? 30 ഡിഗ്രി ഡ്വെൽ പീരീഡ്. പിന്നെ ഇങ്ങോട്ട് എൻ്റെ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കർവാണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ കർവ്. അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ വരച്ചിരിക്കുന്ന കണ്ട എങ്ങനെയെന്ന് സെമി സർക്കിൾ വരച്ചു. പക്ഷെ പിന്നെ കണ്ട ഇങ്ങോട്ട് ഇവിടെയാണ് ഞാൻ ഇപ്പം വരച്ചിരിക്കുന്ന പടമാണ്. പക്ഷെ എങ്ങനെയാണ് ഞാൻ വരച്ചത്? ഇവിടെ ആൾറെഡി എൻ്റെ ഫോളോവർ ഇവിടെ ഒന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ കണ്ട ഇപ്പം ഞാൻ ലാസ്റ്റ് വരച്ച ഡയഗണൽ ലൈന് ഞാൻ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാത്തത്? ഇങ്ങനെ വരയ്ക്കാത്തത് എന്താണ്? ഞാൻ ഇപ്പം നേരത്തെ വരച്ചതുപോലെ വരയ്ക്കുകയാണെങ്കിൽ എൻ്റെ കർവ് എവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? ഞാനിപ്പം വരച്ചു തന്നില്ലേ പ്രൊസീജിയർ നേരത്തെ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പോയിന്റ് ഇവിടെ ഏത് 6 നിന്നാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 6' സ്റ്റാർട്ട് ചെയ്യോ 6 സ്റ്റാർട്ട് ചെയ്യോ? ഞാൻ നേരത്തെ വരച്ചതുപോലെയാണ് വരച്ചിരുന്നെങ്കിൽ 6 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 6 സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വരൂലേ? ആൾറെഡി എൻ്റെ ഫോളോവർ ഇവിടെ നിൽക്കുകയല്ലേ? എത്ര പേർക്ക് മനസ്സിലായില്ല? ഒരുപാട് പേര് കാണുമല്ലോ മനസ്സിലാവട്ടെ. ഹലോ, കേൾക്കുന്നുണ്ടോ? കാർത്തികേയൻ ഞാൻ വരച്ചിട്ടാ എങ്ങനെയാണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇപ്പൊ ലാസ്റ്റ് കാണിച്ചത്, ആ പ്രോബ്ലം കാണിച്ചത് അത് വലിയ മനസ്സിലായില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഫോളോവർ ആദ്യത്തെ 150 ഡിഗ്രിയിൽ ലിഫ്റ്റാണ്. ഓക്കെ, അടുത്ത 30 ഡിഗ്രിയിൽ നെക്സ്റ്റ് 30 ഡിഗ്രി ഇറ്റ് ഈസ് 12. ഓക്കെ, അടുത്ത എനിക്ക് തോന്നുന്നു എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ? 150. ആദ്യം ഇത് 120 ആയിരുന്നു തോന്നുന്നല്ലേ? ഇത് 120 ആയിരുന്നു. 120യിൽ ലിഫ്റ്റ്, 30യിൽ 12, അടുത്ത് വീണ്ടും 150യിൽ റിട്ടേൺ. ആൻഡ് ദ റിമൈനിങ് 12, 60 ഡിഗ്രി ഇൻറ്റു 12. ഇതെന്ത് ടൈപ്പ് മോഷനാണ്? 120 എന്ത് ടൈപ്പ് മോഷനാണ്? സിമ്പിൾ ഹാർമോണിക്. ഇതെന്ത് മോഷനാണ്? റിട്ടേൺ.
യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് ഡീസലറേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇതെങ്ങനെ വരയ്ക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്കുണ്ട്. അപ്പം റൈസും റിട്ടേണും രണ്ട് ടൈപ്പ് മോഷനാണ്. അപ്പം എൻ്റെ ആദ്യത്തെ റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു. അല്ലെങ്കിൽ ഫുൾ എന്ത് തന്നെ ഞാൻ കാണിച്ചു. അപ്പം എൻ്റെ ഇനിഷ്യൽ 120 ഡിഗ്രിയാണിത്. ഇത് 120 ഡിഗ്രി. അടുത്തൊരു 30 ഡൊല്ലാണ്. അപ്പോൾ 150 ആയി. അടുത്തൊരു വീണ്ടും ഒരു 150 റിട്ടേൺ ആണ്. അപ്പോൾ 300 ഡിഗ്രിയായി. ഇതെൻ്റെ ലിഫ്റ്റാണ്. ദിസ് ഈസ് ലിഫ്റ്റ് H. ആംഗിൾ ഓഫ് അസെൻഡ് എന്ത് ടൈപ്പ് മോഷനാണ്? ആംഗിൾ ഓഫ് അസെൻഡ് എന്ത് ടൈപ്പ് മോഷനാണ്? മാനസ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആംഗിൾ ഓഫ് അസെൻഡ് എന്ത് ടൈപ്പ് മോഷനാണ്? ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ അമ്മ വിളിച്ചപ്പോ അങ്ങോട്ടേക്ക് പോയി. ഞാൻ വിളിക്കുമ്പം വരണം കേട്ടോ. ഓക്കെ. ഇവിടെ ഫസ്റ്റ് ടൈപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് ആണ്. അപ്പം നമ്മൾ സെമി സർക്കിൾ വരച്ചു. വരച്ചപ്പോൾ സെമി സർക്കിൾ വരച്ചിട്ട് ഹലോ, സംശയമുണ്ടോ? സംശയമുണ്ടോ? ഹലോ, ആരാണ്? ഹലോ. സെമി സർക്കിൾ വരച്ചിട്ട് അതേ സെമി സർക്കിളിനെ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടമാണേ. 6 അല്ലെങ്കിൽ 8. ഞാനിവിടെ 6 ഡിവൈഡ് ചെയ്തു. അപ്പോൾ 6 ഡിവൈഡ് ചെയ്യാൻ കാരണം നമുക്ക് 30 ഡിഗ്രി നമുക്ക് ഈ മറ്റേ ഇത് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ആംഗിൾ മെഷറിംഗ് ഡിവൈസ് വെച്ചിട്ട് 30 ഡിഗ്രി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എടുത്തത്. മാനസ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇനി ഞാൻ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. സത്യം പറഞ്ഞതിന് സന്തോഷം. സത്യം പറഞ്ഞല്ല, അവിടെ ഇല്ലായിരുന്നു. മനസ്സിലായില്ലെങ്കിൽ പറയണത്. കാരണം നമുക്ക് ഇത് നിങ്ങളെ ഞാൻ കാണുന്നില്ല. വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരും. അതുപോലെ എൻ്റെ റൈസ് പീരീഡിനെ ഞാൻ അതുപോലെ ഡിവൈഡ് ചെയ്തു. 6 ഡിവൈഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും പേരൊക്കെ പഠിച്ചു വരായിരുന്നു. അതിനിടയ്ക്ക് ക്ലാസ് ഒക്കെ നിന്നും പോയി. ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെ. അശ്വിൻ, എന്താണ് ചെയ്യേണ്ടത് ഇനി? അത് തന്നെ. ഇവിടെ പടം എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ വരയ്ക്കാറായില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ശരി തന്നെ, കറക്റ്റ് തന്നെ. ഞാൻ മറന്നുപോയി. 1 2 3 4 5 6 ഇട്ടു. ഇനി അശ്വിൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് വരയ്ക്കുക. 2 നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. എല്ലാവരും കാണുന്നുണ്ടെന്ന്. 3 കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. 4 ഇവിടെ എവിടെയും കിട്ടും. 5 ഇവിടെ കിട്ടും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹാഫായി. ഫസ്റ്റ് ഹാഫ് വരയ്ക്കാനായിട്ട് ഇനി അതെല്ലാം കൂടെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ല? ഹരിലക്ഷ്മി ഓക്കെ ആണല്ലോ അത്? ഇനി അടുത്ത് ഡൊല്ലാണ്. അപ്പോൾ അതിലേക്ക് ഇനി ഇവിടം വരെ കണ്ടിന്യൂ ചെയ്ത് പോകാനും പറ്റും. ഇനിയാണ്. അപ്പോൾ എൻ്റെ ഫോളോവർ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ വരച്ച പോലെ എനിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ ഇതിനെ എനിക്ക് എന്തോ നെറ്റ്വർക്ക്
പുസ്തകം ഇപ്പം കാണുന്നില്ല അല്ലേ? ഇപ്പോൾ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്തോട്ടെ. പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങിയായിരുന്നു? നമ്മുടെ സെമിനാർ ടോപ്പിക് ഒക്കെ എക്സാമിനുണ്ടോ? സെമിനാർ അത് പറയാൻ പറ്റും. സെമിനാർ ടോപ്പിക് എക്സാമിനുണ്ട്. ഇൻവേർഷൻസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് വളരെ നന്നായി. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ ഗ്രൂപ്പില്ലേ, നിങ്ങൾ ആ ഗ്രൂപ്പ് ഇതിലോട്ട് എല്ലാവരുടെയും PPT ഒന്ന് ഷെയർ ചെയ്തോണം. എന്നിട്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ക്വിക്ക് റിട്ടേൺ മെക്കാനിസം അങ്ങനെയൊക്കെ പറയുന്ന പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തമായിട്ട് പഠിക്കാന്നുള്ളേ ഉള്ളൂ. ജസ്റ്റ് ഫിഗർ വരയ്ക്കാനും അതിൻ്റെ ഒന്ന് അത്യാവശ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഇന്ന് തന്നെ ഷെയർ ചെയ്യണം. നാളെ നിങ്ങൾക്കൊരു 5 മിനിറ്റ് അവസരം തരാം എല്ലാവർക്കും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. കേൾക്കുന്നുണ്ടല്ലോ? ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഒന്നുകൂടെ എല്ലാവരും ആ പ്രസൻറ്റേഷൻ ഈ ഗ്രൂപ്പിലോട്ടൊന്ന് ഇട്ടയ്ക്കുക. എല്ലാ ഇൻവേർഷനും ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ആ തന്ന ഇൻവേർഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. മ്യൂട്ടാണ്. ഓക്കെ, സോറി. അപ്പം എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇൻവേർഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻവേർഷൻസ് നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, എല്ലാ ഗ്രൂപ്പും ഷെയർ ചെയ്യുക. ഈസി ആയിട്ട് അത് പഠിക്കാം. പിന്നെ വെലോസിറ്റി ആക്സലറേഷൻ, വെലോസിറ്റി വരയ്ക്കാൻ പഠിക്കണം, ആക്സലറേഷൻ ഡയഗ്രം പഠിക്കണം. ദെൻ ഈ ക്യാമിൻ്റെയൊക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റിയൊക്കെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റണം. നൈഫ് എഡ്ജ് ഫോളോ ഓവറാണ് ഞാൻ ഇതുവരെ പഠിപ്പിച്ചത്. അപ്പം നൈഫ് എഡ്ജ് ഫോളോ ഓവർ വെച്ചിട്ട് ക്യാം പ്രൊഫൈൽ പ്ലോട്ട് ചെയ്യാനുള്ള പറ്റണം. ഓക്കെ, അത് കൈ വീശി വന്നാൽ പറ്റൂല. സ്കെയിലും പെൻസിലും അതുപോലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യണേ. അതൊക്കെ അറിയാമല്ലോ, ഗ്രാഫിക്കൽ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പ്രൊഫൈലും വെലോസിറ്റിയും മാത്രമായിരിക്കുമോ? വെലോസിറ്റി ഡയഗ്രം, ആക്സലറേഷൻ ഡയഗ്രം വരയ്ക്കാനുണ്ട്, ക്യാം പ്രൊഫൈൽ വരയ്ക്കാനുണ്ട്. മനസ്സിലായ? ഈ പ്രിയ എന്നൊരാളുണ്ടോ ക്ലാസ്സിൽ? പാർത്ഥിവ് അങ്ങനെ ഒരാൾ ക്ലാസ്സിലുണ്ടോ? പ്രിയ? ഇല്ല സാർ. ഇല്ല സാർ. ഇല്ല. ഓക്കെ, ഇപ്പൊ ഇതിന്റെ പ്രോബ്ലം ഞാൻ നാളെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാമേ. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ സംശയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
പിന്നെ ഈ ക്ലാസ്സിന്റെ ഞാൻ ഇതുവരെ ഒരു പോക്കും കൂടെ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഒരുപാട് പേര് ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എപ്പോഴെങ്കിലും ഈവനിങ്ങിലൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതെങ്കിലും പോർഷൻ ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ റെമഡിയൽ ക്ലാസ്സിൽ പറഞ്ഞാലും മതി, ഏതൊക്കെ ടോപ്പിക് പഠിപ്പിക്കണമെന്ന് അത് പറഞ്ഞുതരാം. ഓക്കെ, വെലോസിറ്റി, ആക്സലറേഷൻ, ക്യാം പ്രൊഫൈൽ, ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്ന ഇൻവേർഷൻ. ഓക്കെ, ശരി. എന്നാൽ ഈ പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഞാൻ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി ഒന്ന് പഠിച്ചോണ്ട് പറഞ്ഞേ. പ്രൊസീജിയർ എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ സർ. ഓക്കെ, ബൈ.